അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും ഒരു പ്രപ്പോസലിന് പോവാണ്. അപ്പൊ എന്ത് പ്രപ്പോസൽ, ആരുടെ പ്രപ്പോസൽ എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് ബുക്ക് ചെയ്തേക്കുന്ന ഹോം സ്റ്റേ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വെച്ചാണ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനോട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ 2-3 പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തുന്നേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ഹോം സ്റ്റേ ചുറ്റി കറങ്ങി. ഇവിടെ വന്നിട്ട് പൂള് വരെയുള്ള ഹോം സ്റ്റേ ആണ്. അങ്ങനെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്നു. പിന്നെ നിന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഇവന്മാർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ബാക്ക് പൂളിന്റെ അവിടെ പോയിട്ട് പ്രപ്പോസലിലുള്ള സ്റ്റേജ് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചില്ലടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രപ്പോസ് ചെയ്യാനുള്ള ആളെത്തി. ഓ, ഞാൻ ആരാ പ്രപ്പോസ് ചെയ്യുന്നത് പറഞ്ഞില്ലല്ലേ, ഞങ്ങളുടെ ലെവിൻ സാറാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ആരെ? സാറിന്റെ ഫ്യൂച്ചർ വൈഫിനെ തന്നെ. യെസ്, ഇവരുടെ കല്യാണം ഓൾറെഡി സെറ്റ് ആണ്. പിന്നെ സാറിന് ചേച്ചി ജസ്റ്റ് ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചേച്ചിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞങ്ങളുടെ ദീപാവലിയുടെ പരിപാടി എന്ന് പറഞ്ഞാണ് ചേച്ചി സാർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എന്തായാലും പ്രപ്പോസൽ നടക്കും. അപ്പൊ അതിനോട് ഒരു ഒറിജിനാലിറ്റിക്ക് നമ്മുടെ ഇതിന് വേണ്ടി നമ്മൾ കുറെ ഗെയിംസും ചാലഞ്ചസും അങ്ങനെ കുറെ വെച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന്റെ ചെറിയൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വെളിയിൽ ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നു. പിന്നെ അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സാറോട് ഡാൻസ് കളിക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ജസ്റ്റ് ചേച്ചിയുടെ ജസ്റ്റ് പ്ലാനിങ്ങിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുമിച്ച് വിളിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞോടെ അവര് ഹാപ്പിയായി, കണ്ടു നിന്ന് ഞങ്ങള് ഹാപ്പിയായി. പിന്നെ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ പിന്നെ ഇത് സാറിനെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് പേരുടെ മാസങ്ങളുടെ പ്ലാനിങ്ങിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ചേച്ചിയൊക്കെ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഡാൻസ് പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും നേരെ പൂളിലേക്ക് ആടി. അങ്ങനെ പൂളിലൊക്കെ ചാടി കഴിഞ്ഞ് ഈശ്വരനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും നേരെ വീട്ടിലേക്ക് വിട്ടു.